തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ച നിലയിൽ മലയാള മനോരമ ലേഖകൻ കൂടിയായ ആനാട് ശശിയാണ് മരിച്ചത്. കവടിയാർ കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ശശി 1.67 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ പണം തിരികെ ലഭിക്കാത്തതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന പരാതി ഇപ്പോൾ ഉയരുകയാണ്. അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, എപ്പോഴാണ് ഈ ആനാട് ശശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? ബിനിൽ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കവടിയാറുള്ള കനകനഗറിലെ റിസർവേ ഓഫീസിൽ ഷെഡിനുള്ളിൽ ഈ മാധ്യമപ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും ബന്ധുക്കളും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസിൽ മൊഴി നൽകിയതിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആനാട് ശശി ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ 1.5 കോടി രൂപയിലധികം നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഏറെ നാൾ മനോവിഷമത്തിലായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ മനോവിഷമം ഉണ്ടായിരുന്നെന്ന് കുടുംബാംഗങ്ങൾ തന്നെ പോലീസിൽ മൊഴിയും നൽകിയിട്ടുണ്ട്. ആ പണം തിരികെ ലഭിക്കാത്തത് കാരണമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഇതൊരു ആത്മഹത്യ ആവാൻ സാധ്യതയെന്ന് കുടുംബാംഗങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസും നിലവിൽ പ്രാഥമിക നിഗമനം ഇതൊരു ആത്മഹത്യയാണ് എന്നതാണ്. അതിനാൽ തന്നെ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസും എടുത്തിട്ടുണ്ട്. നേരത്തെ ഈ സഹകരണ സംഘത്തിന്റെ ഈ തകർച്ച കാരണം അതിന്റെ സംഘത്തിന്റെ പ്രസിഡന്റ് നേരത്തെ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ബിനിൽ, ഇപ്പോൾ അഞ്ജു, ഇതിലൊരു ദുരൂഹത അവശേഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പരാതി ഏത് ഘട്ടത്തിലാണ്, എവിടെ നിന്നാണ് ഉയർന്നിട്ടുള്ളത്? ബിനിൽ, കുടുംബാംഗങ്ങളൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ സഹകരണ സംഘത്തിൽ നേരത്തെ പണം നിക്ഷേപിച്ച് പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് സഹകരണ സംഘത്തിൽ ചില ക്രമക്കേടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടായിരുന്ന വ്യക്തി ഇതുപോലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായിരുന്നു. അത് പിന്നീട് മ്യൂസിയം പോലീസ് തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അത് ആത്മഹത്യയാണെന്ന് കണ്ടെത്തുകയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സഹകരണ സംഘത്തിൽ ഇത്തരത്തിൽ വലിയ തുക നിക്ഷേപിച്ച പലരുടെയും പണം തിരികെ ലഭിച്ചിട്ടില്ല എന്ന ആരോപണം വലിയ തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ ആനാട് ശശി എന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിലെ 1.67 കോടിയാണ് ഈ സഹകരണ സംഘത്തിൽ, ഇത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സംഘമാണ്, അതിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഈ ആനാട് ശശി. പക്ഷേ ഒരു ഘട്ടത്തിലും ആ പൈസ തിരികെ ലഭിക്കാതെ വരുന്ന ഒരു സമയത്താണ് വലിയ തരത്തിൽ മനോവിഷമത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയും അത്തരത്തിൽ കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തെ കാണപ്പെടുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് കൂടിയാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിനിൽ, ശരി, പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മലയാള മനോരമയുടെ ലേഖകൻ കൂടിയായിട്ടുള്ള ആനാട് ശശിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കവടിയാർ കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് നിയന്ത്രിക്കുന്ന മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ശശി 1.67 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ പണം തിരികെ ലഭിക്കാത്തതിലെ വിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം. അഞ്ജു ആണ് വിവരങ്ങൾ നൽകിയത്.